വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ച തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഹോട്ടൽ ഉടമകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിൽ മൂന്നാറിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വലഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പ്രതിഷേധിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 993 രൂപ. ഒരു സിലിണ്ടറിന്റെ വില 3000-ന് മുകളിൽ. കേരളത്തിലെ 40% ഹോട്ടലുകൾക്ക് പൂട്ടിടേണ്ട അവസ്ഥ. വർദ്ധിപ്പിച്ച തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് പണിമുടക്ക്. എറണാകുളം നഗരത്തിന്റെ ഏകദേശം 2000 ചില്ലറ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കും, അതുപോലെ തന്നെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പണിമുടക്കറിയാതെ എത്തിയ കേരളത്തിന് പുറത്തുള്ളവർ വലഞ്ഞു. நாங்க சேலம்ல இருந்து வரோம். எங்க கிளைமேட் மூணாருக்கு வந்திருக்கோம். எங்க கிளைமேட் ரொம்ப நல்லா இருக்கு. ஆனா ஹோட்டல்ல சிலிண்டர் இல்ல, ஷார்ட்டேஜ்னால சில ஹோட்டல் எதுவும் இல்ல. அதனால நாங்க கொஞ்சம் சாப்பிடாம கொஞ்சம் அஃபெக்ட் ஆகிறோம். വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഗ്യാസ് കുറ്റിയിൽ റീത്ത് വെച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുൻപിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. പാലക്കാട് നടന്ന KHRA പ്രകടനം VK ശ്രീകണ്ഠൻ MP-യും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടും ആലപ്പുഴയിലും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.